യുഎസിന്റെ അത്യാധുനിക F-15 വിമാനം തകർന്നു വീഴാൻ കാരണം ഇറാന്റെ one-to-many meshed നെറ്റ്വർക്കിംഗ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഇറാൻ US യുദ്ധത്തെക്കുറിച്ച് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളിൽ വഴിത്തിരിവുണ്ടാക്കുകയാണ് US പൈലറ്റിന്റെ ഒരു വെളിപ്പെടുത്തൽ. വലിയ ഡ്രോണുകൾക്ക് താഴെ ചെറിയ ഡ്രോണുകൾ, അത് കാലുകൾ പോലെ തൂങ്ങിക്കിടക്കുന്നു. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതുപോലെ ഒരൊറ്റ രൂപമായി അവ ആകാശത്ത് നീങ്ങി, ശരിക്കും ഒരു അന്യഗ്രഹ ജീവിയെ പോലെ. കഴിഞ്ഞ ഏപ്രിലിൽ ഇറാന്റെ ആകാശത്ത് വെച്ച് തകർന്നു വീണ F-15 വിമാനത്തിന്റെ പൈലറ്റാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ വിമാന അപകടത്തിന് ശേഷം US പ്രത്യേക സേന ഇറാന്റെ അതിർത്തിക്കുള്ളിൽ കയറി അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്നതിന് തൊട്ടു മുൻപ് താൻ ആകാശത്ത് കണ്ട അവിശ്വസനീയമായ കാഴ്ചയെക്കുറിച്ച് പൈലറ്റ് നൽകിയ മൊഴി ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളിൽ ചർച്ചയാവുകയാണ്. ജെല്ലിഫിഷ് ആകൃതിയിൽ വിന്യസിച്ച നൂറുകണക്കിന് ഇറാൻ ഡ്രോണുകൾ ആകാശത്ത് ഒന്നിച്ചു കണ്ടു എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പൈലറ്റ് മൊഴി നൽകിയത്. വലിയ ഡ്രോണുകൾക്ക് താഴെ ചെറിയ ഡ്രോണുകൾ, അവ കാലുകൾ പോലെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതുപോലെ ഒരൊറ്റ രൂപമായാണ് അവ ആകാശത്ത് നീങ്ങിയിരുന്നത്, ശരിക്കും ഒരു അന്യഗ്രഹ ജീവിയെ പോലെ. US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഡ്രോണുകൾ കൊണ്ട് ആകാശത്തെ കുഴിബോംബ് പാടമാക്കി മാറ്റുകയായിരുന്നു ഇറാൻ എന്നാണ് ഒരു US ഉദ്യോഗസ്ഥൻ ഈ കാഴ്ചയെ വിശദീകരിച്ചത്. സാങ്കേതിക വിദ്യയിൽ one-to-many meshed നെറ്റ്വർക്കിംഗ് എന്നാണ് ഇതിനെ വിളിക്കുക. ഒരു ഓപ്പറേറ്റർക്ക് ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളെ ഒരൊറ്റ ശൃംഖലയായി നിയന്ത്രിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ F-15 യുദ്ധവിമാനത്തിലെ പൈലറ്റിന്റെ വെളിപ്പെടുത്തൽ US രഹസ്യാന്വേഷണ വിഭാഗത്തെയും സൈനിക വൃത്തങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. തകർക്കപ്പെട്ട വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിൽ സ്പെഷ്യൽ ഫോഴ്സ് തന്നെ രക്ഷപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപായി ആകാശത്ത് കണ്ട അസാധാരണ ദൃശ്യങ്ങളെക്കുറിച്ചാണ് പൈലറ്റ് വിവരിച്ചത്. USന്റെ അത്യാധുനിക F-15 വിമാനം തകർന്നു വീഴാൻ കാരണം ഇറാന്റെ ഈ ഡ്രോൺ കൂട്ടായ്മയാണോ എന്നാണ് ഇപ്പോൾ അമേരിക്ക അന്വേഷിക്കുന്നത്. പൈലറ്റ് വിവരിച്ചതുപോലെയുള്ള ഒരു സാങ്കേതിക വിദ്യ ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് പശ്ചിമേഷ്യയിലെ US സഖ്യകക്ഷികൾക്ക് വലിയ ഭീഷണിയാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ സാങ്കേതിക സഹായം ഇതിന് പിന്നിലുണ്ട് എന്നാണ് US ഇന്റലിജൻസ് സംശയിക്കുന്നത്. എന്നാൽ ഈ വെളിപ്പെടുത്തൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കിടയിൽ വലിയ തർക്കത്തിന് കാരണമായിരിക്കുന്നു. പൈലറ്റിനുണ്ടായ വിഭ്രമമാണോ ഇത് എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. കാരണം പൈലറ്റിന്റെ വിമാനം തകരുന്നത് രണ്ടാം തവണയാണ്. മുൻപ് കുവൈറ്റ് സേനയുടെ ഭാഗത്തു നിന്നുണ്ടായ അബദ്ധത്തിലുള്ള വെടിവെപ്പിലും ഇതേ പൈലറ്റിന്റെ വിമാനം തകർന്നിരുന്നു. ഇത്തവണത്തെ അപകടത്തിൽ അദ്ദേഹത്തിന് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. വിഷയത്തിൽ പ്രതികരിക്കാൻ US സെൻട്രൽ കമാൻഡോ ദേശീയ രഹസ്യാന്വേഷണ വിഭാഗം ഇതുവരെ തയ്യാറായിട്ടില്ല. ഏപ്രിൽ മാസത്തിൽ ഇറാൻ വ്യോമ അതിർത്തിയിൽ വെച്ചാണ് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടത്. ഇത് ആദ്യമായാണ് ഈ സംഘർഷത്തിനിടെ ഒരു അമേരിക്കൻ വിമാനം ഇറാൻ വെടിവെച്ചിടുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന രണ്ടുപേരെയും പിന്നീട് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് രക്ഷപ്പെടുത്തുകയായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചു. പൈലറ്റ് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇറാനിയൻ ഡ്രോൺ സാങ്കേതിക വിദ്യ വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.